നമ്മൾ ഇന്ന് നോക്കുന്നത് ആഡ്വർബ് ക്ലോസ് ആണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നൗൺ ക്ലോസ് എന്താണെന്ന് നോക്കി. അപ്പം നമ്മൾ ക്ലോസ് എന്താണെന്ന് പഠിച്ചതായിരുന്നു. അതിനെക്കുറിച്ച് കൂടുതൽ പറയണ്ടല്ലോ. 3 കണ്ടീഷൻസ് ഉണ്ടായിരുന്നു ക്ലോസ് ആവാനുള്ള കണ്ടീഷൻസ്. അതുപോലെ തന്നെ നൗൺ ക്ലോസ് നൗണിൻ്റെ ബലം ചെയ്യും. അതുപോലെ തന്നെ ആഡ്വർബ് എന്താണോ ഒരു സെൻറ്റൻസിലുള്ളത് അതിൻ്റെ ആ ഒരു ക്വാളിറ്റി എല്ലാം ആഡ്വർബ് ക്ലോസിനും ഉണ്ടാവും. ഇപ്പോൾ ക്ലോസ് എന്ന് പറയുമ്പോൾ തന്നെ അതിനൊരു ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ആയിരിക്കും. സബ്ജക്റ്റ് ആൻഡ് പ്രെഡിക്കേറ്റ് ഉണ്ടാവും. അതൊക്കെയാണ് ആഡ്വർബ് ക്ലോസ് ആഡ്വർബിൽ നിന്ന് വ്യത്യസ്തനാവുന്നത്. അപ്പോൾ ആഡ്വർബ് ക്ലോസ് ഇസ് എ സബോർഡിനേറ്റ് ക്ലോസ് വിച്ച് ഡസ് ദ വർക്ക് ഓഫ് ആൻ ആഡ്വർബ്. അപ്പോൾ ആ ഒരു സബോർഡിനേറ്റ് ക്ലോസ് ആയിരിക്കും. മെയിൻ ക്ലോസിൻ്റെ ഒപ്പം തന്നെ നിൽക്കുന്ന സബോർഡിനേറ്റ് ക്ലോസ് എപ്പോഴാണോ ആഡ്വർബ് ക്വാളിറ്റി കാണിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നൗൺ ക്വാളിറ്റിയാണ് കണ്ടത്. ആഡ്വർബ് ക്വാളിറ്റി കാണിക്കുന്നുണ്ടെങ്കിൽ അത് നമുക്ക് ആഡ്വർബ് ക്ലോസ് എന്ന് പറയാം. ആൻഡ് ഇറ്റ് മേ ദെയർ ഫോർ മോഡിഫൈ സം വെർബ്. അപ്പം ആഡ്വർബിൻ്റെ ഫംഗ്ഷൻ എന്തായിരുന്നു? വെർബിനെ മോഡിഫൈ ചെയ്യും. വെർബ് എന്ന് പറയുന്നത് ഇപ്പോൾ എക്സാമ്പിൾ നോക്കുവാണെങ്കിൽ രാമ റൺസ് ക്വിക്ലി. ഇപ്പോൾ റൺസ് എന്ന് പറയുന്നതാണ് ഇവിടുത്തെ പ്രവൃത്തി, വെർബ് എന്ന് പറയുന്നത് ഓടുക. ഇപ്പം ക്വിക്ലി എന്ന് പറയുന്നതാണ് ഇവിടുത്തെ ആഡ്വർബ്. അപ്പോൾ ആ ക്വിക്ലി എന്ന് പറയുന്നത് വളരെ വേഗത്തിൽ ഓടുന്നു. അപ്പോൾ വളരെ വേഗത്തിൽ എന്ന് പറയുന്നത് ചുമ്മാ ഓട്ടമല്ല, വളരെ ക്വിക്ലി പെട്ടെന്ന് ഓടുകയാണ് എന്ന് പറയുന്നതാണ് ആഡ്വർബ് ക്വാളിറ്റി. ദിസ് ഈസ് എ വെരി സ്വീറ്റ് മാംഗോ എന്ന് പറയുന്നതിൽ ഹൗ മച്ച് ദ മാംഗോ ഈസ് സ്വീറ്റ് എന്നുള്ളതാണ് വെരി എന്ന് പറയുന്ന ആ ഒരു വേർഡ് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് ദ സ്വീറ്റ് എന്ന് പറയുന്നതിന് ആഡ്വർബായിട്ട് വരുന്നതാണ് വെരി എന്ന് പറയുന്നത്. ആ ഒരു ക്വാളിറ്റി, ഈ ഒരു ആഡ്വർബ് എന്താണ് ഒരു സെൻറ്റൻസിൽ കാണിക്കുന്ന ക്വാളിറ്റി, അത് തന്നെയാണ് നമ്മുടെ ആഡ്വർബ് ക്ലോസും ഒരു സെൻറ്റൻസിൽ ബിഹേവ് ചെയ്യുന്നത് അല്ലെങ്കിൽ കാണിക്കുന്നത്. അതിൽ ആഡ്വർബ് ക്ലോസ് പലതരത്തിലായിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ ഒന്നാമത്തേതാണ് ആഡ്വർബ് ക്ലോസ് ഓഫ് ടൈം. സമയത്തിൻ്റെ കാര്യത്തിൽ ഒരു ആഡ്വർബ് ക്ലോസ് സമയത്തിൻ്റെ കാര്യം എടുത്ത് കാണിക്കുവാണെങ്കിൽ അതിന് ആഡ്വർബ് ക്ലോസ് ഓഫ് ടൈം എന്ന് പറയും. ഹിയർ ദ ആഡ്വർബ് ക്ലോസ് മോഡിഫൈസ് ദ വേർബ് ഇൻ ദ മെയിൻ ക്ലോസ് ബൈ ഗീവിംഗ് ദ ടൈം ബാക്ക്ഗ്രൗണ്ട് ഓഫ് ദി ആക്ഷൻ. ടൈമിനെ സൂചിപ്പിക്കുന്ന ആഡ്വർബ് ക്ലോസ് ആണ്. ടൈം ക്ലാസ്സസ് ആർ ഇൻട്രൊഡ്യൂസ്ഡ് ബൈ വെൻ, വൈൽ, ബിഫോർ, സിൻസ്, ആസ്, ആഫ്റ്റർ, ടിൽ, ആസ് ലോങ് ആസ് സൂൺ ആസ്. അപ്പോൾ ഈ ഒരു ക്ലാസ്സസ് ഓഫ് വേർഡ്സ് ടൈമിനെ സൂചിപ്പിക്കുന്ന വേർഡ്സ് ആണ്. വൈൽ, വെൻ, എപ്പോൾ, ബിഫോർ മുമ്പ്, ഇതുവരെ, ആസ്, ആഫ്റ്റർ ഇത് കഴിഞ്ഞ്, അതെല്ലാം ടൈമിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കും. അപ്പോൾ ഒരു എക്സാമ്പിൾ നോക്കാം. വൈൽ ഇറ്റ് വാസ് വാണ്ടറിങ് ഇൻ ദ ഫീൽഡ് എ ഡോങ്കി ഹാപ്പൻഡ് ടു ഫാൾ ഇൻ ടു എ വെൽ. അപ്പം ഒരു ഫീൽഡിൽ കൂടെ നടക്കുന്ന ഒരു ഡോങ്കി ഫുഡൊക്കെ കഴിച്ചുകൊണ്ട് നടക്കുന്ന വാണ്ടറിങ് ഫുഡിന് വേണ്ടി അലഞ്ഞു നടക്കുന്ന ആ ടൈമിൽ ഒരു കഴുത പോയി ഒരു കിണറ്റിൽ വീണു. അപ്പോൾ വൈൽ ഇറ്റ് വാസ് വാണ്ടറിങ് ഇൻ ദ ഫീൽഡ് എന്ന് പറയുന്നതാണ് ഇവിടുത്തെ സബോർഡിനേറ്റ് ക്ലോസ്. അതുപോലെ തന്നെ വൈൽ ഇറ്റ് വാസ് വാണ്ടറിങ് ദ ഫീൽഡ് എന്ന് പറയുന്നതാണ് നമ്മുടെ ആ സെൻറ്റൻസിലെ ആഡ്വർബ് ക്ലോസ് എന്ന് പറയുന്നത്. ദ റെയിൻ ഹാസ്, അപ്പം ഇതിൽ വൈൽ എന്നൊരു ക്ലാസ് അല്ലെങ്കിൽ ഒരു വേർഡ് വരുന്നതുകൊണ്ട് തന്നെ അതിന് ടൈമിനെ സൂചിപ്പിക്കുന്നു. എന്ന് വെച്ചാൽ ആ ഡോങ്കി എന്തുകൊണ്ടാണ് കിണറ്റിൽ വീണത്, എങ്ങനെയാണ് വീണത് എന്നുള്ളതാണ് വൈൽ എന്ന് പറയുന്ന ആ ഒരു വേർഡ് സൂചിപ്പിക്കുന്നത്. എങ്ങനെയാണ് ഒരു ആ കഴുത പോയി കിണറ്റിൽ വീണത്? അത് പാടത്തുകൂടെ അലഞ്ഞുകൊണ്ടിരിക്കുന്ന, ഫുഡിന് വേണ്ടി അലഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത്, പുല്ല് നിന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് പോയി വീണത്. അപ്പോൾ അതൊരു ടൈമിനെ സൂചിപ്പിക്കുന്ന ക്ലോസ് ആണ്, ആഡ്വർബ് ക്ലോസ് ആണ്. ദ റെയിൻ ഹാസ് സ്റ്റോപ്ഡ് ബിഫോർ ദി മീറ്റിംഗ് കമൻസ്ഡ്. അപ്പം നിങ്ങൾ ഈ വേർഡ് അതിലുണ്ടോ എന്ന് നോക്കിയാൽ മതി, അതാണ് എളുപ്പം. ദ റെയിൻ ഹാഡ് സ്റ്റോപ്ഡ് ബിഫോർ ദി മീറ്റിംഗ് കമൻസ്ഡ്. അപ്പോൾ ഇതിൽ ദ റെയിൻ എപ്പോഴാണ് നിന്നത്, മഴ എപ്പോഴാണ് തീർന്നത് എന്ന് ചോദിക്കുകയാണ്. എപ്പോഴാണ്? ബിഫോർ ദി മീറ്റിംഗ് കമൻസ്ഡ്. മീറ്റിംഗ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ മഴ തീർന്നു. അപ്പം അവിടെ ബിഫോർ എന്നുള്ളൊരു പദം വരുന്നതുകൊണ്ട് തന്നെ അത് ബിഫോർ ദ മീറ്റിംഗ് കമൻസ്ഡ് എന്ന് പറയുന്നതാണ് ആഡ്വർബ് ക്ലോസ് ഓഫ് ടൈം എന്ന് പറയുന്നത്. കാരണം എന്താണ്? ബിഫോർ ദ മീറ്റിംഗ് കമൻസ്ഡ് എന്ന് പറയുന്നതിൻ്റെ അകത്ത് ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ആണ്. ക്ലോസ് ആണോ നോക്കുക. അതിൻ്റെ അകത്ത് സബ്ജക്റ്റ് ഉണ്ട്, പ്രെഡിക്കേറ്റ് ഉണ്ട്, പക്ഷെ ഒരു വ്യക്തമായുള്ള അർത്ഥം അതിനില്ല. അപ്പോൾ അതൊരു ക്ലോസിൻ്റെ ക്വാളിറ്റി സൂചിപ്പിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ നോക്കേണ്ടത് ഇതിൻ്റെ അഡ്വർബ് ക്വാളിറ്റി ആണോ നൗൺ ക്വാളിറ്റി ആണോ എന്നാണ്. ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുവാണെങ്കിൽ നമ്മൾ കണ്ടുപിടിക്കേണ്ട രീതിയാണ് ഞാൻ പറഞ്ഞു തരുന്നത്. അപ്പോൾ ഇതൊരു അഡ്വർബ് ക്വാളിറ്റിയാണ്. കാരണം അത് റെയിൻ ഹാഡ് സ്റ്റോപ്ഡ് എന്ന് പറയുന്നത് ആ ഒരു വെർബിന് ക്വാളിറ്റി കൊടുക്കുന്ന ഒരു സെൻറ്റൻസ് ആണ്. ബിഫോർ ദി മീറ്റിംഗ് കമൻസ്ഡ്, എപ്പോഴാണ് നിന്നത്, സ്റ്റോപ്ഡ്. ദ റെയിൻ ഹാഡ് സ്റ്റോപ്ഡ് എന്ന് പറയുന്ന വെർബിനെ
ആഡ്വർബായിട്ട് പറയുന്നതാണ് ബിഫോർ ദ മീറ്റിംഗ് കമൻസ്ഡ്. അതിൻ്റെ ഉത്തരമാണ് തൊട്ടടുത്ത് കിടക്കുന്ന ആഡ്വർബ് നൽകുന്നത്. അപ്പം അത് ആഡ്വർബ് ക്ലോസ് ഓഫ് ടൈം ആയിട്ട് മാറുക. ആബ്സല്യൂട്ട് സൈലൻസ് പ്രിവെയിൽഡ് വൺ ദി ഫംഗ്ഷൻ സ്റ്റാർട്ടഡ്. ആബ്സല്യൂട്ട് സൈലൻസ് പ്രിവെയിൽഡ് വൺസ് ദിസ് ഫംഗ്ഷൻ പരിപാടി തുടങ്ങിയപ്പോൾ തന്നെ എല്ലാവരും നിശബ്ദരായിട്ടിരുന്നു. അപ്പം എന്തുകൊണ്ടാണ് നിശബ്ദരായിട്ടിരുന്നത്? സൈലൻസ് എന്ന് പറയുന്നതിന് ക്വാളിറ്റി അല്ലെങ്കിൽ അതിനൊരു അഡ്വേർബിയൽ ക്വാളിറ്റി കൊടുക്കുന്നത് വൺസ് ദി ഫംഗ്ഷൻ സ്റ്റാർട്ടഡ്. സൈലൻസ് എന്ന് പറയുന്ന വെർബിന് ആഡ്വേർബായിട്ട് പറയുന്ന ക്ലോസ് ആണ് വൺസ് ദി. എപ്പോഴാണെന്നുള്ളത് അതാണ്, ഒരു ഫംഗ്ഷൻ തുടങ്ങിയപ്പോഴാണ് സൈലൻസ് വന്നത്. ആസ് സൂൺ ആസ് ഹി ഹേർഡ് ദ ന്യൂസ് ഹി റോട്ട് ടു മീ. അപ്പം ഹി റോട്ട് ടു മീ എന്ന് പറയുന്നതിൽ വെർബ് ഏതാണ്? റോട്ടാണ്. അപ്പം എന്തുകൊണ്ട് എഴുതി എന്ന് പറയുന്നതിന് ആസ് സൂൺ ആസ് ഹി ഹേർഡ് ദ ന്യൂസ്, അവൻ ആ വാർത്ത കേട്ട ഉടനെ തന്നെ അവൻ എഴുതി എന്നുള്ളതാണ്. അപ്പോൾ ആസൂണാസ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ആസൂണാസ് എന്ന് പറയുന്ന പദം വരുന്നത് അഡ്വേർബ് ക്ലോസ് ഓഫ് ടൈമിലാണ് എന്ന് ഓർത്ത് ആണെങ്കിലും നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. കണ്ടോ, വൺസ്, ഇവിടെയും വൺസ് നമ്മുടെ ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട്. അപ്പം അങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. അതൊരു ഈസി വേ ഓഫ് മെക്കാനിസമാണ്. ഹി കെയിം ആഫ്റ്റർ നൈറ്റ് ഹാഡ് ഫാലൻ. അതിൻ്റെ അകത്ത് ആഫ്റ്റർ എന്ന് പറയുന്ന വാക്ക് വന്നിട്ടുണ്ട്. അപ്പം അതൊരു ടൈമിനെ സൂചിപ്പിക്കുന്നതാണ്. കാരണം എന്തോ കഴിഞ്ഞിട്ടാന്ന് പറയുന്നു. അവൻ വന്നത് രാത്രിക്ക് ആയതിനു ശേഷമാണ് എന്നാണ് പറയുന്നത്. അപ്പം ഹി കെയിം ആഫ്റ്റർ നൈറ്റ് ഹാഡ് ഫാലൻ. അപ്പോൾ അവിടെ ഒരു ടൈം റെഫറൻസ് സൂചിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആഡ്വർബ് ക്ലോസ് ഓഫ് ടൈം ആയിട്ട് കാണുന്നു. ആഡ്വർബ് ക്ലോസ് ഓഫ് പ്ലേസ് എന്താണ്? ടൈമിൻ്റെ സ്ഥാനത്ത് പ്ലേസ് ആണ് സൂചിപ്പിക്കുന്നതെങ്കിൽ ഇൻട്രൊഡ്യൂസ്ഡ് വെയർ ഓർ വെയർ എവർ. അപ്പോൾ ആ ഒരു സെൻറ്റൻസിൽ എവിടെയാണ് അല്ലെങ്കിൽ എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഈ ഒരു ക്ലോസിൽ പറയുന്നത്. ഓൾ ക്ലോസസ് ദാറ്റ് ബിഗിൻസ് വിത്ത് ദിസ് കൺജങ്ഷൻസ് ആർ നോട്ട് അവർ ആഡ്വർബിയൽ. പക്ഷെ ചില ക്ലോസസ് ഒന്നും ഇത് വെയർ ആൻഡ് വെയർ എവർ ഉള്ള സെൻറ്റൻസിൽ പൂർണ്ണമായിട്ടും നമുക്ക് പറയാൻ സാധിക്കത്തില്ല. പക്ഷെ നമ്മൾ വായിച്ചു നോക്കുമ്പോൾ നമുക്ക് അതിൻ്റെ അകത്ത് ഒരു പ്ലേസ് റെഫറൻസ് കൊടുക്കുന്നുണ്ടെങ്കിൽ നമുക്കതിനെ ആഡ്വർബ് ക്ലോസ് ഓഫ് പ്ലേസ് എന്ന് പറയാം. ദ ഹൗസ് വെയർ ഷേക്സ്പിയർ വാസ് ബോൺ ഈസ് സ്റ്റിൽ പ്രിസർവ്ഡ്. അപ്പോൾ ദ ഹൗസ് വെയർ ഷേക്സ്പിയർ വാസ് ബോൺ ഈസ് സ്റ്റിൽ പ്രിസർവ്ഡ്. അപ്പം അതിൻ്റെ അകത്ത് പ്ലേസും പറയുന്നുണ്ട്. അപ്പോൾ ഹൗസ് വെയർ ഷേക്സ്പിയർ, അതാണ് ഇവിടുത്തെ പ്ലേസ് എന്ന് പറയുന്നത്. അപ്പം ക്ലോസ് ഓഫ് പ്ലേസ് എന്തായിരിക്കും? ദ ഹൗസ് വെയർ ഷേക്സ്പിയർ എന്ന് പറയുന്നതാണ് ഇവിടുത്തെ ക്ലോസ് ഓഫ് പ്ലേസ്. അവിടെ വെയർ വന്നതുകൊണ്ട് തന്നെ. അപ്പം വാസ് ബോൺ ഈസ് സ്റ്റിൽ പ്രിസർവ്ഡ് എന്ന് പറയുന്നതാണ് ഇവിടുത്തെ മെയിൻ ക്ലോസ്. യു ക്യാൻ പുട്ട് ഇറ്റ് വെയർ എവർ യു ലൈക്ക്. അപ്പോൾ ഇവിടെ വെയർ എവർ എന്ന് പറയുന്ന ഒരു പദം വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത് ക്ലോസ് ഓഫ് പ്ലേസ് ആണ്, അഡ്വേർബ് ക്ലോസ് ഓഫ് പ്ലേസ് ആണ്. എവിടെയൊക്കെയാണ് നിനക്ക് ഇടാൻ സാധിക്കുക? നിനക്ക് ഇഷ്ടമുള്ളിടത്ത്, നിനക്ക് ഇപ്പോൾ വേസ്റ്റിൻ്റെ കാര്യമാണെങ്കിൽ നിനക്ക് ഇഷ്ടമുള്ളിടത്ത് അവിടെ പോയി വേസ്റ്റ് ഇടാം എന്ന് പറയുന്നതാണ്. യു ക്യാൻ പുട്ട് ഇറ്റ് വെയർ എവർ യു ലൈക്ക്. നിനക്ക് എവിടെ വേണമെങ്കിലും കൊണ്ടിടാം എന്ന് പറയുന്നതാണ്. യു ക്യാൻ പുട്ട് ഇറ്റ് വെയർ എവർ യു ലൈക്ക്. അപ്പോൾ ഈ വെയർ എവർ യു ലൈക്ക് എന്ന് പറയുന്നതാണ് അവിടുത്തെ അഡ്വർബ് ക്ലോസ് ഓഫ് പ്ലേസ്. ഹി ലെഡ് ദ ക്യാരവൻ വെയർ എവർ ഹി വാണ്ടഡ് ടു ഗോ. അപ്പോൾ ക്യാരവനെ കുറിച്ച് പറയുന്നതാണ്. അല്ല, ക്യാരവൻ അല്ല, ഹി ലെഡ്, അവൻ പോകുന്ന ഇടം. അപ്പോൾ പോകുന്ന ഇടത്തെല്ലാം അവൻ്റെ ക്യാരവൻ എന്നാ ചെയ്യുന്നത്? അവൻ ആ ക്യാരവനും കൊണ്ടാണ് പോകുന്നത്. അപ്പോൾ ലെഡ് എന്ന് പറയുന്ന വെർബിനെ ആഡ്വേർബായിട്ട് വരുന്നതാണ് വെനെവർ ഹി വാണ്ടഡ് ടു ഗോ. എവിടെയെങ്കിലും പുറത്തേക്ക് പോകുമ്പോൾ അവൻ ക്യാരവനുമായിട്ടാണ് പോകുന്നത്. ഇവിടെ പുട്ടാണ് ഇവിടുത്തെ, ഹി ക്യാൻ പുട്ട് എന്ന് പറയുന്ന പുട്ടാണ് ഇവിടുത്തെ, കഴിക്കുന്ന പുട്ടല്ല, PUT പുട്ട് എന്ന് പറയുന്നതാണ് വേർബ്. അപ്പോൾ വേർബിനെ ക്വാളിഫൈ ചെയ്യുന്നതാണ് വെയർ എവർ യു ലൈക്ക്. എവിടെയൊക്കെ ഇടാം? ഇഷ്ടമുള്ളിടത്ത് ഇടാം. ആഡ്വർബ് ക്ലോസ് ഓഫ് റീസൺ. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് വ്യക്തമായിട്ടുള്ള കാരണവും കൂടെ ആഡ്വർബ് നൽകുന്നുണ്ടാവും. ഇൻട്രൊഡ്യൂസ്ഡ് ബൈ കൺജങ്ഷൻസ് ലൈക്ക് ആസ്, സിൻസ്, ബിക്കോസ്, ഓവർ, ബിക്കോസ്, നൗ, ദാറ്റ് എക്സെട്ര. ഇതൊക്കെ വരുവാണെങ്കിൽ നമുക്ക് ക്ലോസ് ഓഫ് റീസൺ എന്ന് പറയാം. അപ്പോൾ ആ ഒരു സെൻറ്റൻസിൽ ആ വെർബ് എന്താണോ അതിന് ഒരു കാരണവും, ആ വെർബ്, ആ ഒരു പ്രവൃത്തി നമ്മൾ ചെയ്യാൻ കാരണം എന്താണെന്നുള്ളത് അതിൻ്റെ അകത്ത് വ്യക്തമായിരിക്കും. അപ്പം നമുക്ക് ആഡ്വർബ് ക്ലോസ് ഓഫ് റീസണിൽ നമുക്ക് പെടുത്താൻ പറ്റും. സിൻസ് ഹി ഡിഡ് നോട്ട് വാണ്ട് എനി മോർ ആനിമൽസ് ടു ഫാൾ ഇൻ ടു ദ വെൽ ഹി ആസ്ക്ഡ് ദം ടു ഫിൽ ഇൻ ദ വെൽ. അപ്പം ഇതിൻ്റെ അകത്ത് മെയിൻ ക്ലോസ് ഏതാണ്? ഹി ആസ്ക്ഡ് ദം ടു ഫിൽ ഇൻ ദ വെൽ. അതാണ് മെയിൻ ക്ലോസ്. അതിൻ്റെ അകത്ത് സബ്ജക്റ്റ് ഉണ്ട്, പ്രെഡിക്കേറ്റ് ഉണ്ട്, മീനിങ് ഫുൾ ആണ്. മെയിൻ ക്ലോസിൻ്റെ പ്രത്യേകത നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയായിരുന്നു. അപ്പോൾ എന്തുകൊണ്ടാണ് അവൻ ആസ്ക്ഡ് ടു ഫിൽ ഇൻ ദ വെൽ?
എന്തുകൊണ്ടാണ് അവൻ കിണറ്റിൽ മുഴുവനായിട്ട് വെള്ളം നിറയ്ക്കണമെന്ന് പറയാൻ കാരണം, ഫില്ല് ചെയ്യണമെന്ന് പറയാൻ കാരണം എന്താണ്? സിൻസ് ഹി ഡിഡ് നോട്ട് വാണ്ട് ടു, ഇനി മുതൽ അതിൻ്റെ അകത്ത് ഒരു ആനിമൽസും അതിൻ്റെ ആ ഒരു കിണറ്റിൽ വീഴരുത് എന്ന ആഗ്രഹമുള്ളത് കൊണ്ടാണ് അവൻ പറഞ്ഞത് ഹി ആസ്ക്ഡ് ദം ടു ഫിൽ ഇൻ ദ വെൽ. അതുകൊണ്ടാണ് അവൻ പറഞ്ഞത് ആ കിണർ ഒരിക്കലും പൊട്ടക്കിണറായിട്ട് ഇരിക്കരുത്, മുഴുവൻ വെള്ളം ഉള്ള കിണറായിട്ട് തന്നെ നിൽക്കണം എന്നുള്ളതിന്റെ കാരണം അവിടെ വ്യക്തമാണ്. അപ്പൊ ആ കാരണം പറയുന്ന സെന്റൻസ് ആണ് adverb clause of reason എന്ന് പറയുന്നത്. നൗ ദാറ്റ് യു ഹാവ് ഗോട്ട് ദ വിസ യു ക്യാൻ പ്രിപ്പയർ ഫോർ ദ ജേർണി. ഇതിൻ്റെ അകത്ത് നൗ ദാറ്റ് യു ഹാവ് ഗോട്ട് ദ വിസ യു ക്യാൻ പ്രിപ്പയർ, ഇതിപ്പോൾ ഇതിൻ്റെ അകത്ത് നൗ എന്ന് പറയുന്ന ഒരു വേർഡ് ഉണ്ട്, നൗ ഉണ്ട്, നൗ ദാറ്റ് ഉണ്ട്, ഇവിടെ സിൻസ് ഉണ്ട്. അപ്പം നമ്മൾക്ക് ഓർക്കുക അതൊരു കാരണം സൂചിപ്പിക്കുന്നതാണ്. സിൻസ് നൗ ദാറ്റ്, അതുകൊണ്ട്, സിൻസ് എന്ന് പറഞ്ഞാൽ അതുകൊണ്ട്, നൗ ദാറ്റ് അതുകൊണ്ട്. അപ്പൊ രണ്ടിനും അർത്ഥം ബിക്കോസ് എന്നുള്ള ഒരു അർത്ഥമാണ് വരുന്നത്. നൗ ദാറ്റ് യു ഹാവ് ഗോട്ട് ദ വിസ, ഇപ്പോഴാണ് നിനക്ക് ബസ് കിട്ടിയത്, സോ യു ക്യാൻ പ്രിപ്പയർ ഫോർ ദി ജേർണി, അതുകൊണ്ട് നിനക്ക് യാത്രയ്ക്ക് പോവാം. അപ്പം എന്തുകൊണ്ടാണ് യാത്രയ്ക്ക് ഇത്രയും നാൾ പോകാതിരുന്നത് എന്നുള്ളതിന്റെ കാരണം ഫസ്റ്റ് ലൈനിൽ വ്യക്തമാണ്. ഇത്രയും നാൾ അവൾക്ക് വിസ കിട്ടിയില്ല, ഇപ്പോഴാണ് വിസ കിട്ടിയത്, അതുകൊണ്ട് അവൻക്ക് യാത്രയ്ക്ക് പോവാമെന്നാണ് പറയുന്നത്. അപ്പൊ റീസൺ അതിൻ്റെ അകത്ത് വ്യക്തമായിരിക്കും. ആ സബോർഡിനേറ്റ് ക്ലോസിൽ റീസൺ, കാരണം കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ടാവും. യു ക്യാൻ പ്രിപ്പയർ ഫോർ ദി ജേർണി എന്ന് പറയുന്നതിന്റെ കാരണം ഇനി നിനക്ക് യാത്ര പോവാം എന്ന് അവൻ പറയാൻ കാരണം ഇപ്പൊ നിനക്ക് വിസ കിട്ടി എന്നുള്ളതാണ്. അപ്പൊ ആ കാരണം അതിൻ്റെ അത് വ്യക്തമാണ്. adverb clause of result introduced by the conjunction that. റിസൾട്ട് എന്ന് പറയുന്നത് നമുക്കൊരു എന്താണ്, എക്സാമിനൊക്കെ റിസൾട്ട് വരിക എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു പ്രവൃത്തി ചെയ്തതിന്റെ പരിണിത ഫലമാണ് റിസൾട്ട് എന്ന് പറയുന്നത്. ഇപ്പം എക്സാമ്പിൾ നോക്കാം. ഇപ്പം ഈ ഒരു കൺജങ്ഷൻ ദാറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ റിസൾട്ട് ഉണ്ടെന്ന് അറിയാം. ഇപ്പൊ ഹി ഈസ് സച്ച് എ ഗുഡ് മാൻ ദാറ്റ് ഓൾ റെസ്പെക്ട് ഹിം, അവനൊരു നല്ലൊരു മനുഷ്യനാണ്, അതുകൊണ്ടാണ് അവനെ എല്ലാവരും ബഹുമാനിക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് എന്നുള്ള ഒരു അർത്ഥം വരുന്നതാണ് ദാറ്റ്. അപ്പൊ അതാണ് adverb clause of result. വെരി ഹെവി റെയിൻ ഫെൽ സോ ദാറ്റ് ദ റിവേഴ്സ് വെയർ സൂൺ ഇൻ ഫ്ലഡ്. അപ്പൊ വെരി ഹെവി റെയിൻ ഫെൽ, വളരെ ശക്തമായിട്ട് ഭയങ്കര ഭീകരമായിട്ട് മഴ പെയ്തുകൊണ്ടേയിരിക്കുകയാണ്. സോ ദാറ്റ്, അതുകൊണ്ടാണ് റിവേഴ്സ് ഫ്ലഡ് സൂൺ ഇൻ ഫ്ലഡ്, അപ്പം അതുകൊണ്ടാണ് കര കവിഞ്ഞ് പുഴയൊഴുകുന്നതും ഫ്ലഡ് സംഭവിച്ചതും. അപ്പൊ അവിടത്തെ ദാറ്റ്, അതുകൊണ്ട് എന്നുള്ളൊരു അർത്ഥം വരുവാണ്. നേരത്തെ റീസണിൽ അവിടുത്തെ കാരണമാണ് വ്യക്തമാക്കുന്നത്. ഇവിടെ ഇതിന്റെ പരിണിത ഫലമാണ് നമ്മുടെ സബോർഡിനേറ്റ് ക്ലോസ് എന്ന് പറയുന്നത്. മെയിൻ ക്ലോസിന്റെ എന്ത് ചെയ്തോ അതിന്റെ പരിണിത ഫലമാണ് സബോർഡിനേറ്റ് ക്ലോസിൽ വ്യക്തമാക്കുന്നത്. അപ്പോൾ കൺസെഷൻ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു കാര്യത്തിൽ കോംപ്രമൈസ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ മടുത്തിട്ട് ഓക്കെ ഞാൻ സമ്മതിച്ചു പോട്ടെ എന്നുള്ള രീതിയിൽ, അതിൻ്റെ ഒരു അർത്ഥമാണ് ദൗ, ഓൾ ദോ, വൈൽ, വേറാസ്, ഈവൻ ഇഫ് എന്നൊക്കെ പറയുന്നതിൽ വരുന്നത്, സൂചിപ്പിക്കുന്നത്. ദോ ദേ ഹെസിറ്റേറ്റ്. ഇപ്പൊ ഇതൊരു നിങ്ങളുടെ ടെക്സ്റ്റിൽ കൊടുത്തിരിക്കുന്ന 1 തൊട്ട് 10 വരെ കൊടുത്തിരിക്കുന്ന സെന്റൻസ് ഒരു സ്റ്റോറി പോലെയാണ്, ഒരു നരേഷനാണ്. അപ്പൊ അതിൻ്റെ അകത്ത് ഒരു സെന്റൻസ് ആണ് ഈ പറയുന്നത്, അത് ഞാൻ എടുക്കുന്നതായിരിക്കും. അപ്പൊ ദോ ദേ ഹെസിറ്റേറ്റഡ് എ ബിറ്റ്, ആളുകള് അവർക്കൊരു വിസമ്മതം ഉണ്ടായിരുന്നു, ഹെസിറ്റേറ്റ്, അവർക്ക് വലിയ താല്പര്യം ഇല്ലായിരുന്നു, എന്നാൽ കൂടെ അവർക്ക് വേറെ വഴിയില്ലാത്തതുകൊണ്ട് അവർ ആ ചെളിയെല്ലാം കൂടെ വെല്ലിലേക്ക് ഇട്ടു. ദ പീപ്പിൾ സ്റ്റാർട്ടഡ് ടു പവർ ഡേർട്ട് ഇൻ ടു ദ വെൽ. അപ്പൊ എന്തുകൊണ്ടാണ് അവർ ആ ചെളി ഇട്ടത് എന്നുള്ളതിന്റെ കാരണമാണ് നമ്മുടെ ആഡ്വർബ് ക്വാളിറ്റി സബോർഡിനേറ്റ് ക്ലോസിൽ കൊടുത്തിരിക്കുന്നത്. ദോ ദേ ഹെസിറ്റേറ്റഡ് എ ബിറ്റ്, അവർക്ക് വേറെ വഴിയൊന്നുമില്ല, പോട്ടെ എന്ന് കരുതി അതിൻ്റെ അകത്തേക്ക് നമ്മൾ മടുത്തിട്ടിടത്തില്ലേ, ആ ഒരു ആറ്റിറ്റ്യൂഡ് ആയിരുന്നു അവർക്ക്. അതുകൊണ്ടാണ് അവിടെ ക്ലോസ് ഓഫ് കൺസെഷൻ, ഒരു കോംപ്രമൈസിന്റെ ഒരു ബിഹേവിയർ ആ അഡ്വേർബിന് കാണിക്കുന്നത്. കോംപ്രമൈസ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണ്, ഇപ്പം എന്തെങ്കിലും ഒരു കാര്യത്തിൽ നമുക്ക് താല്പര്യമില്ലായിരിക്കും, പക്ഷെ നമ്മൾ പോട്ടെ എന്നുള്ള രീതിയിൽ, അതാണ് ദൗ, ഓൾ ദോ എന്നൊക്കെ, വൈൽ തുടങ്ങിയ വാക്കുകൾ സൂചിപ്പിക്കുന്നത്. ആഡ്വേർബ് ക്ലൗസ് ഓഫ് കണ്ടീഷൻ, ഇപ്പം എന്തെങ്കിലും ഒരു കണ്ടീഷൻ വെച്ച് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ വെദർ അൺലെസ്, ഒരു കാരണം പറഞ്ഞാൽ അതിന് കണ്ടീഷൻ നീ അനുസരിക്കണം എന്നുള്ള രീതിയിൽ പറയുവാണെങ്കിൽ നമുക്ക് ആഡ്വർബ് ക്ലോസ് ഓഫ് കണ്ടീഷനിൽ വരും. അപ്പൊ അതിന്റെ 2 വേർഡ്സ് ആണ് വെദർ, അൺലെസ്, ചെയ്തില്ലെങ്കിൽ. ഇഫ് യു വാണ്ട് ടു സേവ് യുവർ ലൈഫ് യു ഷുഡ് ബി റീച്ച്ഡ് റിസോഴ്സ്ഫുൾ സെറ്റ് ദ ഡോങ്കി ടു ഇറ്റ് സെൽഫ്. അത് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട്
ആ ടെക്സ്റ്റിലുള്ള ആ സെൻറ്റൻസ് ഞാൻ പിന്നീട് നോക്കാം. നെക്സ്റ്റ് സെൻറ്റൻസ് പറയാം. ഇഫ് ഇറ്റ് റെയിൻസ് വി ഷാൾ സ്റ്റേ അറ്റ് ഹോം. അപ്പം ഒരു കണ്ടീഷനുണ്ട് എന്നാണ് നമ്മൾ പഠിച്ചത്. ഇഫ് ഇറ്റ് റെയിൻസ് വി ഷാൾ സ്റ്റേ അറ്റ്. ഇപ്പം മഴ പെയ്യുവാണെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും വീട്ടിൽ തന്നെ ഇരിക്കണം, പുറത്തിറങ്ങി നടക്കരുത്. അപ്പോൾ മഴ പെയ്യുവാണെങ്കിൽ എന്തുകൊണ്ടാണ് നമ്മൾ സ്റ്റേ അറ്റ് ഹോം? അതാണ് മെയിൻ ക്ലോസ് ഇവിടുത്തെ. വി ഷാൾ സ്റ്റേ അറ്റ് ഹോം എന്ന് പറയുന്നതിൻ്റെ മെയിൻ ക്ലോസ്, സബ്ജക്റ്റ് പ്രെഡിക്കേറ്റ് ഉള്ളത്. വി എന്ന് പറയുന്നതാണ് സബ്ജക്റ്റ്, സ്റ്റേ എന്ന് പറയുന്നതാണ് വെർബ്. ഈ വെർബ് എന്തുകൊണ്ടാണ് വീട്ടിൽ തന്നെ ഇരിക്കണം എന്ന് പറയുന്നത്? ഇഫ് ഇറ്റ് റെയിൻസ്, മഴ ഉള്ളതുകൊണ്ട്. അതുകൊണ്ട് സ്റ്റേ എന്ന്, വീട്ടിൽ തന്നെ ഇരിക്കണമെന്ന് പറയുന്നത് ഒരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അതിൻ്റെ കണ്ടീഷൻ എന്താണ്? മഴ പെയ്യുന്നത്. അപ്പോൾ അതാണ് അഡ്വേർബ് ക്ലോസ് ഓഫ് കണ്ടീഷൻ എന്ന് പറയുന്നത്. അൺലെസ് യു വർക്ക് ഹാർഡർ യു വിൽ ഫെയിൽ. അപ്പോൾ യു വിൽ ഫെയിൽ എന്ന് പറയുന്നതിന് സബ്ജക്റ്റ് പ്രെഡിക്കേറ്റ് ഉണ്ട്. അതുപോലെ അത് സബ്ജക്റ്റ് യു വിൽ, ഫെയിൽ എന്ന് പറയുന്നതാണ് വേർബ്. ഫെയിൽ, എന്തുകൊണ്ടാണ് ഫെയിൽ ആവുന്നത്? അൺലെസ് യു വർക്ക് ഹാർഡർ, നീ നന്നായിട്ട് പരിശ്രമിക്കാത്ത ഇടത്തോളം കാലം നീ ഫെയിൽ ആയിക്കൊണ്ടേയിരിക്കും. അതിൻ്റെ ഫെയിൽ ആകുന്നതിൻ്റെ കണ്ടീഷൻ, ആ ഒരു അവസ്ഥയാണ് പറയുന്നത്. ഫെയിൽ ആവുന്നതിൻ്റെ അവസ്ഥ നീ ഹാർഡ് വർക്ക് ചെയ്യാത്തതുകൊണ്ട്. സ്റ്റേ അറ്റ് ഹോമിൽ സ്റ്റേ, എന്തുകൊണ്ട് വീട്ടിൽ തന്നെ ഇരിക്കണമെന്ന് പറയുന്നതിൻ്റെ കാരണം, അതിൻ്റെ കണ്ടീഷൻ എന്താണ്? ഇപ്പം മഴ പെയ്യുവാണെങ്കിൽ അല്ലെങ്കിൽ ഇടി വെട്ടുവാണെങ്കിൽ എന്നുള്ളതാണ് ഇപ്പുറത്ത് നമ്മുടെ സബോർഡിനേറ്റ് ക്ലോസ് വ്യക്തമാക്കുന്നത്. ആഡ്വേർബ് ക്ലോസ് ഓഫ് പർപ്പസ് ഇൻട്രൊഡ്യൂസ്ഡ് ടു സോ ദാറ്റ് ഓർ ഇൻ ഓർഡർ ദാറ്റ്. അപ്പം ഇതിൻ്റെ കഴിഞ്ഞ തവണ എല്ലാവരും പഠിച്ചത് ഇങ്ങനെ ആ ഒരു വേർഡ് എടുത്തിട്ട് ആ വേർഡ് ഏതിലാണ് വരുന്നത് അങ്ങനെ പഠിക്കുകയാണ് ഉണ്ടായത് പിള്ളേർ. അപ്പോൾ അതാണ് കുറച്ചും കൂടെ എളുപ്പം. ഇപ്പം ഈ സോ ദാറ്റ് ഒക്കെ വരുവാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാം. സോ ദാറ്റ് എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് എന്നുള്ള അർത്ഥം തന്നെയാണ്, ബിക്കോസ് എന്നുള്ള പറയുന്ന അർത്ഥം തന്നെയാണ് ഇതിലും വരുന്നത്. പക്ഷേ ക്ലോസ് ഓഫ് പർപ്പസ്, അതിൻ്റെ ഉദ്ദേശം എന്നുള്ളത്, ഉദ്ദേശം ആ അഡ്വേർബിൽ വ്യക്തമായിരിക്കും. നമ്മുടെ മെയിൻ ക്ലോസിൻ്റെ ഉദ്ദേശം സബോർഡിനേറ്റ് ക്ലോസിൽ വ്യക്തമാണ്. നെഗറ്റീവ് പർപ്പസസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ, ഫോർ ഫിയർ ദാറ്റ്, ഇൻ കേസ്, സോ ദാറ്റ് തുടങ്ങിയ വേർഡാണ് നെഗറ്റീവ് പർപ്പസിൽ സൂചിപ്പിക്കുന്നത്. നമുക്ക് എക്സാമ്പിൾ നോക്കാം. ഫസ്റ്റ് സെൻറ്റൻസ് വിട്ട് കളയുക, അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വേറെ ക്ലാസ്സിൽ എടുക്കുന്നതായിരിക്കും. ഇറ്റ് സ്റ്റുഡ് ക്ലോസ് ടു ദ വാൾ, അതും അത് തന്നെയാണല്ലോ. നെക്സ്റ്റ്, ഷീ ഓൾവേസ് കെപ്റ്റ് എ പിസ്റ്റൽ നിയർ ഇൻ കേസ് സംബഡി, സംബഡി അല്ല, സംബഡി. ഷീ ഓൾവേസ് കെപ്റ്റ് എ പിസ്റ്റൽ നിയർ ഇൻ കേസ് സംബഡി ഇൻട്രൂഡഡ് ഇൻ ഹെർ ഹൗസ്. അപ്പോൾ അവൾ എന്തുകൊണ്ടാണ് പിസ്റ്റള് അവളുടെ വീട്ടിൽ സൂക്ഷിക്കുന്നത്? എന്തുകൊണ്ടാണ് അവൾക്കൊരു തോക്കുള്ളത്? അപ്പം അതിൻ്റെ പർപ്പസ് എന്താണ്, അതിൻ്റെ ആവശ്യകത എന്താണെന്നുള്ളതാണ് നമ്മുടെ സബോർഡിനേറ്റ് ക്ലോസിൽ പറയുന്നത്. എന്ന് വെച്ചാൽ ആരെങ്കിലും ഇൻട്രൂഡ് ചെയ്ത്, ആരെങ്കിലും അതിക്രമിച്ച് വീട്ടിലേക്ക് വരുവാണെങ്കിൽ അവരെ തടുക്കാനാണ് നാം പിസ്റ്റള് വീട്ടിൽ സൂക്ഷിച്ചിരിക്കുന്നത്. പിസ്റ്റളിൻ്റെ ആവശ്യകതയാണ് സബോർഡിനേറ്റ് ക്ലോസിൽ പറയുന്നത്. UNO വാസ് ഫോംഡ് ഇൻ ഓർഡർ ദാറ്റ് കൺട്രീസ് മൈറ്റ് ഡിസ്കസ് വേൾഡ് പ്രോബ്ലംസ് ബെറ്റർ. അപ്പോൾ UNO എന്തുകൊണ്ട് ഫോം ചെയ്തു? അപ്പോൾ ഫോം ചെയ്തു എന്നുള്ളതിൻ്റെ വെർബിൻ്റെ ആഡ്വേർബ് ക്വാളിറ്റിയാണ് ഇൻ ഓർഡർ ദാറ്റ്. UNO എന്തിനാണ് ഫോം ചെയ്തത്? വേൾഡ് പ്രോബ്ലംസ്, വേർഡ് അല്ല കേട്ടോ, വേൾഡ് പ്രോബ്ലംസ് നടക്കുമ്പം, ഇപ്പം ആഭ്യന്തര ചർച്ചകളൊക്കെ പരിഹരിക്കുന്നതിന് വേണ്ടിയാണ് UNO ഉണ്ടാക്കിയത്. അപ്പം അതിൻ്റെ പർപ്പസ് എന്താണ്, അതിൻ്റെ ആവശ്യകത എന്താണെന്ന് സബോർഡിനേറ്റ് ക്ലോസിൽ വ്യക്തമാണ്. അത് എളുപ്പമാണ്. സബോർഡിനേറ്റ് ക്ലോസ്, സബോർഡിനേറ്റ് അല്ലല്ലോ, പർപ്പസ് ക്ലോസ്, ക്ലോസ് ഓഫ് പർപ്പസ് എന്ന് പറയുന്നത് ഇച്ചിരി കൂടെ ഈസി ആയിട്ട് നമുക്ക് മനസ്സിലാകും. ആഡ്വേർബ് ക്ലോസ് ഓഫ് കമ്പാരിസൺ, ഇതും എളുപ്പമാണ്. കമ്പാരിസൺ, നമ്മൾ രണ്ടെണ്ണം തമ്മിൽ താരതമ്യം ചെയ്യുക, ഒരാളെ വേറൊരാളോട് താരതമ്യം ചെയ്യുന്നതാണ് കമ്പാരിസൺ എന്നൊക്കെ പറയും. അപ്പോൾ അത് രണ്ട് തരത്തിലാണുള്ളത്. ഒന്നെങ്കിൽ അത് മാനർ അല്ലെങ്കിൽ ഡിഗ്രി, ഒന്നെങ്കിൽ അത് വലിപ്പത്തിൻ്റെ കാര്യത്തിൽ, അല്ലെങ്കിൽ മാനർ എന്ന് പറയുമ്പോൾ സ്വഭാവത്തിൻ്റെ കാര്യത്തിലാണ്. അപ്പോൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അഡ്വേർബ് ക്ലോസ് ഓഫ് മാനർ, ആസ്, ദാൻ, ആസ് ഇഫ്. ഇപ്പം ഹീ ഈസ് ടോളർ ദാൻ ഹിം എന്ന് പറയുന്നത് മാനറിൻ്റെ അകത്ത് വരുന്നതാണ്. ഹീ ഈസ് ആസ് ബ്യൂട്ടിഫുൾ ആസ് രാഹുൽ, രാഹുലിൻ്റെ അത്രയും തന്നെ അവൻ ഇത്രയും രസമാണ് കാണാൻ എന്ന് പറയുവാണെങ്കിൽ അവിടെ ഒപ്പം ഒരു എന്താണ്, ഇപ്പം തട്ടെന്ന് പറയത്തില്ലേ, തട്ട് ഉയർന്നതാണോ താന്നാണോ എന്നുള്ളത് നമുക്ക് ക്ലോസ് ഓഫ് മാനറിൽ ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റും. ക്ലോസ് ഓഫ് ഡിഗ്രി എന്ന് പറഞ്ഞാൽ കൂടുതൽ, ഇപ്പോൾ കൂടുതൽ ചോക്ലേറ്റ്സ് അവളുടെ കയ്യിലാണ്, നിന്നെക്കാളും കൂടുതൽ ചോക്ലേറ്റ്സ് അവളുടെ കയ്യിലാണ്, അല്ലെങ്കിൽ നിന്നെക്കാൾ കൂടുതൽ ഫുഡ് അവളാണ് കൊണ്ടുവരുന്നത്, അവനാണ് കൊണ്ടുവരുന്നത്. അപ്പം നമുക്ക് അവിടെ ഒരു ക്വാണ്ടിറ്റി ഉണ്ട്, അതാണ് ക്ലോസ് ഓഫ് ഡിഗ്രി. നമുക്കവിടെ ക്വാണ്ടിറ്റി വ്യക്തമാണ്,
എന്നുവെച്ചാൽ ഇത്രയും കൂടുതൽ ഇപ്പോൾ ഈ സ്ഥലത്ത് ഇത്രയും മഴ പെയ്തു എന്നൊക്കെ പറയുന്നതിൽ അവിടെ ഒരു ക്വാണ്ടിറ്റി മെഷറബിൾ ആണ്. അപ്പോൾ മെഷറബിൾ ആയിട്ടുള്ള കമ്പാരിസൺ ആണ് അഡ്വർബ് ക്ലോസ് ഓഫ് ഡിഗ്രിയിൽ വരുന്നത്. അഡ്വർബ് ക്ലോസ് ഓഫ് മാനറിൽ നമുക്ക് ആ എക്സാമ്പിൾ നോക്കിയാൽ കുറച്ചുകൂടെ മനസ്സിലാവും. ഷീ വെറ്റ് ആസ് ഇഫ് ഹെർ ഹാർട്ട് വുഡ് ബ്രേക്ക്. അവൾ എന്തുകൊണ്ടാണ് വെറ്റ് കരഞ്ഞത്? അവൾ എന്തുകൊണ്ടാണ് കരഞ്ഞത്? ആസ് ഇഫ് ഹെർ ഹാർട്ട് വുഡ് ബ്രേക്ക്, അല്ലെങ്കിൽ അവളുടെ ഹൃദയം തകർന്നു പോകും. അപ്പം അടുത്തത് ഡു ഇറ്റ് ആസ് ഐ ഡു, ഞാൻ ചെയ്തതുപോലെ തന്നെ നീ ചെയ്യുക. അപ്പം ആസ് ഐ ഡു എന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്തതിൻ്റെ അത്രയും അളവിൽ നീയും ഇത് ചെയ്യണം എന്ന് പറയുന്നതാണ്. അവിടെ ആസ് വന്നു. അതുപോലെ ഷീ വെപ്റ്റ് ആസ് ഇഫ് ഹെർ ഹാർട്ട് വുഡ് ബ്രേക്ക്. മഴയാണ്. ഷീ വെപ്റ്റ്, എന്തുകൊണ്ടാണ് അവൾ കരഞ്ഞത്? അവളുടെ ഹൃദയം അല്ലെങ്കിൽ തകർന്നു പോകുമായിരുന്നു എന്നുള്ള ഒരു അർത്ഥമാണ് അവിടെ വരുന്നത്. അപ്പം രണ്ടും ആസ് വെച്ചാണ് കോർഡിനേറ്റ് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ ജോയിൻ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് ക്ലോസ് ഓഫ് മാനറാണ്. ക്ലോസ് ഓഫ് ഡിഗ്രിയിൽ വരുമ്പോൾ അവിടെ ഒരു കമ്പാരിസൺ വരുന്നത് ഡിഗ്രി വെച്ചിട്ടാണ്, അല്ലെങ്കിൽ എന്തിനേക്കാളും ഒന്ന് കൂടുതൽ, കുറവ്. അപ്പം ഇതും ആസ്, ദാൻ, ദി എല്ലാം ഉണ്ട്. ഹി ഈസ് ആസ് സ്റ്റുപ്പിഡ് ആസ് ഷീ ഈസ് പ്രൗഡ്. ആഡ്വർബ് ക്ലോസിൻ്റെ നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ ആദ്യം കൊടുത്തിരിക്കുന്ന ഒരു 10 സെൻറ്റൻസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതൊരു കഥയായിട്ടാണ് പറയുന്നത്. അപ്പോൾ അത് ഏതൊക്കെ ക്ലോസ് ആണെന്നുള്ളത്, ആഡ്വർബ് ക്ലോസ് ഓഫ് ടൈം ആണോ, പ്ലേസ് ആണോ, റിസൾട്ട് ആണോ, മാനർ ആണോ, കൺസെഷൻ ആണോ, കണ്ടീഷൻ ആണോ, പർപ്പസ് ആണോ, ഡിഗ്രി ആണോ എന്നുള്ളത് നമ്മൾ പഠിക്കേണ്ടായി. അപ്പോൾ അതിൽ ഏതൊക്കെയാണെന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. While, first sentence, while it was wandering in the field, a donkey happened to fall in a well. അപ്പം ഒരു പാടത്തുകൂടെ നടന്ന ഒരു ഡോങ്കി ഹാപ്പൻ ടു ഫാൾ ഇൻ ടു എ വെൽ, ഒരു പൊട്ടക്കിണറ്റിൽ വീഴുണ്ടായി. അപ്പം എന്താണ് വൈൽ ഇറ്റ് വാസ് വാണ്ടറിങ് ഇൻ ദ ഫീൽഡ് എന്ന് പറയുന്നതാണ് ഇവിടുത്തെ സബോർഡിനേറ്റ് ക്ലോസ് എന്ന് പറയുന്നത്. മെയിൻ ക്ലോസ് എന്ന് പറയുന്നത് എ ഡോങ്കി ഹാപ്പൻഡ് ടു ഫാൾ ഇൻ ടു ദ വെൽ. അപ്പം ഇവിടെ അതിൻ്റെ ടൈമാണ് സൂചിപ്പിക്കുന്നത്. അവിടെ ആ പാടത്തുകൂടെ നടന്ന സമയത്ത് വൈൽ ഇറ്റ് വാസ് വാണ്ടറിങ് ഇൻ ദ ഫീൽഡ്, വൈൽ എന്നുള്ളൊരു പദം അവിടെ വരുന്നുണ്ട്. അപ്പോൾ അത് ടൈം, ആഡ്വർബ് ക്ലോസ് ഓഫ് ടൈം ആണ് സൂചിപ്പിക്കുന്നത്, സമയത്തെ സൂചിപ്പിക്കുന്നു. അടുത്ത സെൻറ്റൻസ്, അപ്പോൾ അത് ആഡ്വർബ് ക്ലോസ് ഓഫ് ടൈം. വെയർ ദി ആക്സിഡൻറ്റ് ഒക്വേർഡ് എ ഷെപ്പേർഡ് ബോയ് വാസ് ടെൻഡിങ് ഹിസ് ഷീപ്പ്. ആ ഒരു സമയത്താണ്, ആ ഒരു സ്ഥലത്ത്, ആക്സിഡൻറ്റ് നടന്ന ആ ഒരു സ്ഥലത്ത്, വെയർ ദ ആക്സിഡൻറ്റ് ഒക്വേർഡ് എ ഷെപ്പേർഡ് ബോയ് വാസ് ടെൻഡിങ്, ഒരു ആട്ടിടയൻ അവിടെ അവൻ്റെ ആടുകളെ മേയിച്ചുകൊണ്ട് നടക്കുകയായിരുന്നു. അപ്പോൾ ആ ഒരു സ്ഥലം അവിടെ സൂചിപ്പിക്കുന്നുണ്ട്. സബോർഡിനേറ്റ് ക്ലോസിൽ വെയർ ദ ആക്സിഡൻറ്റ് ഒക്കേർഡ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ വെയർ വന്നതുകൊണ്ട് അവിടെ ആഡ്വർബ് ക്ലോസ് ഓഫ് പ്ലേസ് വന്നു. ഹി ഗേവ് സച്ച് എ ലൗഡ് അലാം ദാറ്റ് സൂൺ ദ പ്ലേസ് വാസ് ഫിൽഡ് വിത്ത് പീപ്പിൾ. അപ്പോൾ അദ്ദേഹം എന്താണ് ചെയ്തത്? അദ്ദേഹം ഒരു ലൗഡ് അലാം പുറപ്പെടുവിച്ചു, ഒരു ഒച്ചത്തിൽ അങ്ങ് കാറി. ആ ഒച്ചത്തിൽ കാറിയതുകൊണ്ട് അത് കേട്ട ആളുകൾ അവിടെ എല്ലാം ചുറ്റിക്കൂടി. അപ്പോൾ അദ്ദേഹം അവിടെ ഒരു കാര്യം ചെയ്തതുകൊണ്ടാണ്, മെയിൻ ക്ലോസ് ചെയ്ത ഒരു കാര്യത്തിൻ്റെ റിസൾട്ടാണ് എന്ത്? ദ പ്ലേസ് വാസ്, അതിൻ്റെ ഫലമായിട്ട് ആളുകൾ ഒത്തുകൂടി. അപ്പോൾ സബോർഡിനേറ്റ് ക്ലോസിൽ അതിൻ്റെ റിസൾട്ട് പറയുന്നുണ്ട്, അവൻ അങ്ങനെ ഒരു കാര്യം ചെയ്തതുകൊണ്ട്. അപ്പോൾ അത് ആഡ്വർബ് ക്ലോസ് ഓഫ് റിസൾട്ട്. The village fool now prepared to lower a ladder into a well so that the donkey could climb out of the well. അപ്പം വില്ലേജിലുള്ള ആൾക്കാർ, വിഡ്ഢികളായിട്ടുള്ള ആൾക്കാർ, ഫുൾ, അവർ എന്നാണ് ചെയ്തത്? അവർ ഒരു ഏണി താഴോട്ട് ഇറക്കി കൊടുത്തു. അതുകൊണ്ട് ആ ഡോങ്കിക്ക് എന്താണ്, കയറി വരാൻ പറ്റും. അപ്പോൾ അവർ ആ ഏണി താഴെ വെച്ച്, ടു ലോവർ, വൈ ഡിഡ് ദേ പ്ലേസ് ദാറ്റ് ലാഡർ ഇൻ ടു ദ വെൽ എന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ട് അവിടെ. എന്തുകൊണ്ടാണ് അവരവിടെ ഏണി താഴോട്ട് ഇറക്കിയത്? അതിൻ്റെ ആവശ്യമാണ് പറയുന്നത്, ആ ഡോങ്കിക്ക് കയറി വരാൻ വേണ്ടി. അപ്പോൾ ആ സബോർഡിനേറ്റ് ക്ലോസിൽ അതിൻ്റെ ആവശ്യം പറയുകയാണ്, അല്ല ലാഡറിൻ്റെ ആവശ്യം. അതുകൊണ്ട് അത് ആഡ്വർബ് ക്ലോസ് ഓഫ് പർപ്പസ്. The headman of the village told the people that they should do as he directed him. അപ്പം ഹെഡ്മാൻ പറഞ്ഞു, അവിടുത്തെ തലവൻ പറഞ്ഞു, ഞാൻ പറയുന്ന പോലെ നിങ്ങൾ കേട്ടാൽ മതി. അപ്പോൾ അത് എന്താണ്? ഞാൻ പറയുന്നത് പോലെ, ഞാൻ പറയുന്ന മാനറിൽ നിങ്ങളങ്ങ് അനുസരിച്ചാൽ മതി. അപ്പോൾ അത് ആഡ്വർബ് ക്ലോസ് ഓഫ് മാനറിൽ വരും. കാരണം അതിൽ ഒന്നാമത് ആസ് ഹി ഡയറക്റ്റഡ് ഹിം, ആസ്, ഇഫ് ആൻഡ് തോ തുടങ്ങിയ വാക്കുകളെല്ലാം ആഡ്വർബ് ക്ലോസ് ഓഫ് മാനറിലാണെന്ന് നമ്മൾ പഠിക്കുകയുണ്ടായി. അപ്പം ഇങ്ങനെ ഞാൻ പറയുന്ന പോലെ, ഏത് രീതിയിലാണ്
എന്ന് ഞാൻ പറയുന്ന പോലെ ഞാനൊരു രീതി അങ്ങ് പറയും. അതങ്ങ് നിങ്ങൾ അനുസരിച്ചാൽ മതി. അപ്പോൾ അദ്ദേഹം ഒരു വഴി കാണിച്ചു കൊടുക്കുകയാണ്, ഒരു ഡയറക്ഷൻ കൊടുക്കുകയാണ്. അപ്പോൾ അതൊരു മാനറാണ്. അപ്പോൾ ആഡ്വർബ് ക്ലോസ് ഓഫ് മാനറിൽ വരും. സിൻസ് ഹി ഡിഡ് നോട്ട് വാണ്ട് എനി മോർ ആനിമൽസ് ടു ഫാൾ ഇൻ ടു ദ വെൽ ഹി ആസ്ക്ഡ് ദം ടു ഫിൽ ഇൻ ദ വെൽ. അപ്പം ഇനി ഒരിക്കലും വേറെ ഒരു മൃഗങ്ങളും ഇതിൻ്റെ അകത്ത് പോയി വീഴാതിരിക്കാൻ വേണ്ടി അദ്ദേഹം പറഞ്ഞു എന്ത്, അതിൻ്റെ കാരണം പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു ആ പൊട്ടക്കിണർ അങ്ങ് മൂടിയേക്കാൻ പറഞ്ഞു. അപ്പോൾ ആ മൂടിയതിൻ്റെ കാരണം എന്താണ്? ഇനി ഒരിക്കലും ഇതിൻ്റെ അകത്ത് മൃഗങ്ങളൊന്നും വന്ന് വീഴാൻ പാടില്ല. മെയിൻ ക്ലോസിൻ്റെ റീസൺ ആണ് ആദ്യം പറയുന്നത്. അപ്പോൾ അതൊരു ആഡ്വർബ് ക്ലോസ് ഓഫ് റീസൺ ആണ്. ദൗ ദേ ഹെസിറ്റേറ്റഡ് എ ബിറ്റ് ദ പീപ്പിൾ സ്റ്റാർട്ടഡ് ടു പവർ ഡേർട്ട് ഇൻ ടു ദ വെൽ. അപ്പോൾ ദോ എന്ന് പറയുമ്പോൾ തന്നെ അവിടെ ഓർത്താൽ മതി, കൺസെഷൻ ആണ് വന്നിരിക്കുന്നത്. കൺസെഷൻ ആണ് അവിടെ വന്നിരിക്കുന്നത്. അവർക്ക് താല്പര്യമില്ല, പോട്ടെ ആയിക്കോട്ടെ എന്നുള്ള രീതിയിൽ അത് നമ്മൾ പഠിക്കുകയുണ്ടായി. അപ്പോൾ ദോ ദേ ഹെസിറ്റേറ്റഡ് എ ബിറ്റ് ദ പീപ്പിൾ സ്റ്റാർട്ടഡ് ടു, അവർ ആദ്യം ഒന്ന് വിസമ്മതിച്ചെങ്കിലും ആൾക്കാർ ചെളിയെല്ലാം അല്ലെങ്കിൽ മണൽ വാരി ഇടാൻ തുടങ്ങി, ആ കിണർ മൂടാൻ തുടങ്ങി. അപ്പോൾ ഒന്നെങ്കിൽ ഇതിനെ രക്ഷപ്പെടും, അല്ലെങ്കിൽ ഒന്നെങ്കിൽ ഇവർ ജീവനോടെ കുഴിച്ചു മൂടാനുള്ള പരിപാടിയാണ്. അപ്പോൾ അത് കൺസെഷൻ. ഇഫ് യു വാണ്ട് ടു സേവ് യുവർ ലൈഫ് യു ഷുഡ് ബി റിസോഴ്സ്ഫുൾ. അപ്പോൾ ഈഫ് അവിടെ വന്നതുകൊണ്ട് തന്നെ അവിടെ ഒരു കണ്ടീഷൻ വെക്കുകയാണ്. നിനക്ക് സെറ്റ് ദ ഡോങ്കി ടു ഇറ്റ് സെൽഫ്. അപ്പം നമ്മുടെ കുരങ്ങനല്ലോ, കഴുതയോട് തന്നെ പറഞ്ഞു, ഇപ്പം എൻ്റെ ജീവിതം എനിക്ക് രക്ഷപ്പെടണമെങ്കിൽ ഞാൻ ഇച്ചിരി ബോധപൂർവം ചിന്തിക്കണം, ഞാൻ ഇച്ചിരി റിസോഴ്സ്ഫുള്ളായിട്ട്, എൻ്റെ ജീവിതമാണ് ഇവിടെ റിസ്ക്, അപ്പം എനിക്ക് എൻ്റെ കാര്യം നോക്കണം എന്നുള്ള രീതിയിൽ ഡോങ്കിയോട് തന്നെ പറഞ്ഞു. അപ്പോൾ അവിടെ ഈഫ് വന്നതുകൊണ്ട് തന്നെ അവിടെ ഒരു കണ്ടീഷൻ വെക്കുകയാണ്. അന്നേരം അത് കണ്ടീഷണൽ അഡ്വർബ് ക്ലോസ് ആയി മാറുന്നു. ഇഫ് യു വാണ്ട് ടു, അടുത്ത ചാപ്റ്ററിൽ നിങ്ങൾ പഠിക്കും ഇച്ചിരി കൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് ഇഫ് വരുന്ന കണ്ടീഷണൽ ക്ലോസിൻ്റെ. എന്ന് വെച്ചാൽ അവനവിടെ ഒരു കണ്ടീഷൻ പറയുകയാണ്, ഇനി എൻ്റെ കാര്യം ഞാൻ നോക്കിയില്ലെങ്കിൽ എൻ്റെ കാര്യം കഥാഹുവയാവും, അതുകൊണ്ട് എൻ്റെ ജീവൻ എനിക്ക് നോക്കണം, എന്നാൽ മാത്രമേ എനിക്ക് രക്ഷപ്പെടാൻ സാധിക്കത്തുള്ളൂ. ഇറ്റ് സ്റ്റുഡ് ക്ലോസ് ടു ദ വാൾ സോ ദാറ്റ് ദ ഡേർട്ട് പൈൽഡ് അപ്പ് ഇൻ ദ വെൽ വിതൗട്ട് ഹാമിങ് ഹിം. നമ്മുടെ ഡോങ്കി എന്താണ് ചെയ്തത്? അദ്ദേഹം ആ കിണറ്റിൻ്റെ ഒരു ഭിത്തിയോട് ചേർന്ന് അങ്ങ് നിന്നു. അതുകൊണ്ട് തന്നെ ആൾക്കാർ എറിയുന്ന കല്ല് നടുക്ക് മാത്രമേ വീഴുകയുള്ളൂ. അതുകൊണ്ട് അദ്ദേഹം അതിൻ്റെ ദേഹത്ത് വീഴാതിരിക്കാൻ വേണ്ടി എന്തുകൊണ്ടാണ് ഈ കിണറിൻ്റെ വക്കത്ത് അല്ലെങ്കിൽ കിണറിൻ്റെ ആ ഒരു ഭിത്തിയോട് ചേർന്ന് നിന്നു കുഴിക്കകത്ത്? കാരണം ആൾക്കാരെല്ലാം എറിയുന്നത് അന്നേരം നടുക്ക് മാത്രം എറിയാൻ തുടങ്ങി. അത് എന്തുകൊണ്ടാണ് അദ്ദേഹം അവിടെ നിന്നത് എന്നുള്ളതിൻ്റെ ആൻസറാണ് സോ ദാറ്റ് ദ ഡേർട്ട് പൈൽഡ് അപ്പ് ഇൻ ദ വെൽ വിത്തൗട്ട് ഹാമിങ് ഹിം. അപ്പോൾ അദ്ദേഹത്തിന് മുറിവേക്കാതെ ഈ ഒരു കിണറിൽ മണ്ണ് വന്ന് അടിഞ്ഞോളും. അപ്പം ഇച്ചിരി ഒന്ന് മാറി നിന്നു. അപ്പം അതിൻ്റെ പർപ്പസ് ആണ് അവിടെ പറയുന്നത്. അദ്ദേഹം മാറി നിന്നതിൻ്റെ പർപ്പസ്, ആഡ്വർബ് ക്ലോസ് ഓഫ് പർപ്പസ്. ദ ഡീപ്പർ ദറ്റ് പീപ്പിൾ ട്രൈഡ് ടു ബറി ദ ഡോങ്കി ദ ക്ലോസർ ഇറ്റ് ഗോട്ട് ദ സർഫസ്. അപ്പം അവിടെ ഒരു കമ്പാരിസൺ ആണ് വരുന്നത്. അപ്പോൾ ആൾക്കാർ ഇതിനെ രക്ഷിക്കാൻ വകയില്ല എന്ന് കണ്ടപ്പം, അല്ലെങ്കിൽ അതിനെ മൈൻഡ് ചെയ്യണ്ടെന്ന് കരുതി ആൾക്കാർ എന്താണ് ചെയ്തത്? ആൾക്കാർ ഈ ഡോങ്കിനെ ജീവനോടെ അവിടെ ഇടാൻ തീരുമാനിച്ചു. അതുകൊണ്ട് കല്ല് പെറുക്കി ഇട്ടു. നമ്മുടെ ഡോങ്കി മാറി മാറി നിന്നു. അവസാനം ഇവർ ചെയ്തതിന് നേരെ വിപരീതമായിട്ട് സംഭവിച്ചു. ഡോങ്കി അതേ ചവിട്ടി കയറി പൊങ്ങി വന്നു. അപ്പോൾ ഇവർ ചെയ്തതിൻ്റെ വിപരീതമായിട്ട് വന്നു. അതുകൊണ്ട് അവിടെ ഒരു കമ്പാരിസൺ വരുവാണ്. ആൾക്കാർ ചെയ്ത പ്രവൃത്തിയിൽ നിന്നും ഡോങ്കിക്ക് അത് ബെനഫിറ്റായി. അപ്പോൾ അവിടെ ഒരു കമ്പാരിസൺ വന്നുകൊണ്ട് തന്നെ ആഡ്വർബ് ക്ലോസ് ഓഫ് കമ്പാരിസൺ. ഓഫ് കോഴ്സ് ദ ഡോങ്കി മെയ്ഡ് ഗുഡ് ഇറ്റ്സ് എസ്കേപ്പ്. അവസാനം ഡോങ്കി അതിൽ നിന്ന് രക്ഷപ്പെടുകയാണ്. ഇങ്ങനെ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ശരിക്കും ഇത് പഠിച്ചു കഴിഞ്ഞിട്ട് വേണം ഇത് വായിക്കാൻ. നമ്മുടെ ടെക്സ്റ്റിൽ ഇത് ആദ്യം കൊടുത്തിട്ടാണ് ബാക്കി എക്സ്പ്ലനേഷനൊക്കെ കൊടുക്കുന്നത്. അപ്പോൾ ഇത്രയാണ് ഈ ഒരു ചാപ്റ്ററിൽ ഉള്ളത്.